അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 ഫിഖ്ഹുൽ ഇസ്ലാം ആഫിർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഫിഖ്ഹിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 8 ഫിഖ്ഹുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് ലഭ്യമാണ്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഫർള് കിഫായയുടെ ഉദാഹരണം. ഓപ്ഷൻസ്: സ്വലാത്തു തറാവീഹ്, സ്വലാത്തുൽ ജനാസ, സ്വലാത്തു സുബ്ഹ്. ചരിത്രം: സ്വലാത്തുൽ ജനാസ. 2. നിസ്കാരം നിർബന്ധമില്ലാത്തവർ. ഓപ്ഷൻസ്: മുക്കല്ലഫ്, മുഖാത്തബ്, കാഫിറുൻ അസ്ലിയ്. ചരിത്രം: കാഫിറുൻ അസ്ലിയ്. 3. ഹൈള് നിഫാസ് സമയത്തെ നിസ്കാരം ഖളാ വീട്ടൽ. ഓപ്ഷൻസ്: വാജിബ്, ഹറാം, സുന്നത്ത്. ചരിത്രം: ഹറാം. 4. 2 കൊല്ലത്ത് വെള്ളം എത്ര ലിറ്റർ? ഓപ്ഷൻസ്: 191 ലിറ്റർ, 291 ലിറ്റർ, 132 ലിറ്റർ. ചരിത്രം: 191 ലിറ്റർ. 5. മുസ്രഫിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കൽ. ഓപ്ഷൻസ്: വാജിബ്, ജായിസ്, സുന്നത്ത്. ചരിത്രം: സുന്നത്ത്. അടുത്ത പ്രവർത്തനം, ചേറുംപടി ചേർക്കുക. അതിൽ ഒന്നാമത്തത്. 6. അൽ മുബാഹ്. 7. സുന്നത്ത്. 8. അൽ ഖുബ്സ്. 9. അൽ ഇല്ലത്തുൽ ജാമിഅ. ഇപ്പുറത്ത് നോക്കൂ. എ അൽ നജസ്, ബി അൽ ഇസ്കാർ, സി അൽ ഹലാൽ, ഡി അൽ മുസ്തഹബ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 6. അൽ മുബാഹ്. ചരിത്രം: സി അൽ ഹലാൽ. 7. സുന്നത്ത്. ചരിത്രം: ഡി അൽ മുസ്തഹബ്. 8. അൽ ഖുബ്സ്. ചരിത്രം: എ അൽ നജസ്. 9. അൽ ഇല്ലത്തുൽ ജാമിഅ. ചരിത്രം: ബി അൽ ഇസ്കാർ. ചേറുംപടി ചേർക്കുക എന്നതിൽ രണ്ടാമത്തത്. 10. കുളി നിർബന്ധമായ കാര്യം. 11. വുളു സുന്നത്തുള്ള കാര്യം. 12. ഹൈൽ കൊണ്ട് പ്രത്യേകം ഹറാമാകുന്നത്. 13. ശേഷം വുളു സുന്നത്തുള്ള കാര്യം. ഇപ്പുറത്ത് നോക്കൂ. എ ഹൽഖുർ റഅസ്, ബി ത്വലാഖ്, സി അസാൻ, ഡി വിലാദത്ത്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 10. കുളി നിർബന്ധമായ കാര്യം. ചരിത്രം: ഡി വിലാദത്ത്. 11. വുളു സുന്നത്തുള്ള കാര്യം. ചരിത്രം: സി അസാൻ. 12. ഹൈൽ കൊണ്ട് പ്രത്യേകം ഹറാമാകുന്നത്. ചരിത്രം: ബി ത്വലാഖ്. 13. ശേഷം വുളു സുന്നത്തുള്ള കാര്യം. ചരിത്രം: എ ഹൽഖുർ റഅസ്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 14. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഡാഷ് മിൻ ആസാരിൽ വുളൂ. അവരിൽ പൂരിപ്പിക്കേണ്ടത് ഗുർറം മുഹജ്ജലീന. നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഗുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. 15. ആലിമു ഖുറൈശിൻ യംലഉ ഡാഷ് ഇൽമാ. അവരിൽ പൂരിപ്പിക്കേണ്ടത് തിബാഖൽ അർലി. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർലി ഇൽമാ. 16. സുബ്ഹാനല്ലദി ഡാഷ് വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അവരിൽ പൂരിപ്പിക്കേണ്ടത് സഖറ ലനാ ഹാദാ. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. 17. മുറു സബിയ്യ ഡാഷ് ഇദാ ബലഗ 7 സിനീൻ. അവരിൽ പൂരിപ്പിക്കേണ്ടത് ബിസ്വലാത്തി. മുറു സബിയ്യ ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീൻ. 18. അൽ വാജിബു മാ യുസാബു അലാ ഫീലിഹി ഡാഷ് അലാ തർക്കിഹി. അവരിൽ പൂരിപ്പിക്കേണ്ടത് വയുആഖബു. അൽ വാജിബു മാ യുസാബു അലാ ഫീലിഹി വയുആഖബു അലാ തർക്കിഹി. അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 19. 4-ൽ ഒരു മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്നതിന്റെ വിധി. ഉത്തരം: നിർബന്ധം. 20. നിസ്കാരത്തിന്റെ നിർബന്ധത്തെ നിഷേധിച്ചവൻ. ഉത്തരം: സത്യനിഷേധി. 21. യാത്രക്കാരൻ ഖുഫ് തടവുന്നത് എന്തിനു പകരമാണ്? ഉത്തരം: കാൽ കഴുകുന്നതിനു പകരം. 22. അൽ മാഉ തഹൂർ ഇതിന്റെ മറ്റൊരു പേർ.
ഉത്തരം അൽമാ ഉൽ മുത്ലഖ്. 23. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിസ്കാരം പിന്തിക്കുന്നതിന്റെ വിധി. ഉത്തരം നിർബന്ധം. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. നിസ്കാരം കറാഹത്തുള്ള 2 സമയങ്ങൾ. ഉത്തരം സുബ്ഹ് നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഒരു കുന്തത്തിന്റെ അളവ് ഉയരുന്നതുവരെയും സൂര്യൻ ഉദിക്കുന്ന സമയം ഒരു കുന്തത്തിന്റെ അളവ് ഉയരുന്നതുവരെയും. 25. കർമ്മശാസ്ത്രത്തിന്റെ 4 ഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ആരാധനകൾ, ഇടപാടുകൾ, വൈവാഹികങ്ങൾ, കുറ്റകൃത്യങ്ങൾ. 26. അത്വഹാറത്തു റഫ്ഉൽ മൻഇൽ മുതറത്തിബി അലൽ ഹദസി അവിൽ ഖുബ്സ്. സാരം എഴുതുക. ഉത്തരം ശുദ്ധീകരണം എന്നാൽ അശുദ്ധി, നജസ് എന്നിവയോട് തുടർന്നു വരുന്ന തടസ്സത്തെ ഉയർത്തിക്കളയലാണ്. 27. ഖുഫ തടവുന്നതിന്റെ ഷർത്തുകളിൽ 2 എഴുതുക. ഉത്തരം 1. പൂർണ്ണ ശുദ്ധിയോടെയാവണം അവ ധരിക്കേണ്ടത്. 2. അവ ഫർലിന്റെ സ്ഥലം മറയ്ക്കണം. 28. ജനാബത്തുകാരന് പ്രത്യേകമായി ഹറാമാകുന്ന 2 കാര്യങ്ങൾ എഴുതുക. ഉത്തരം പള്ളിയിൽ താമസിക്കൽ, ഖുർആൻ ഓതൽ. 29. റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കാത്ത വീട് ഏത്? ഉത്തരം ചിത്രവും നായയും ജനാബത്തുകാരനുമുള്ള വീട്. 30. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ആശയം എഴുതുക. ഉത്തരം നിശ്ചയം നിസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. 31. ഉളു സുന്നത്തുള്ള കാര്യങ്ങളിൽ 4 എഴുതുക. ഉത്തരം 1. ഖുർആൻ, ഹദീസ് എന്നിവ പാരായണം ചെയ്യുക. 2. അവ 2 കേൾക്കുക. 3. അല്ലാഹുവിന് ദിക്ർ ചൊല്ലുക. 4. മതവിജ്ഞാനം പഠിക്കുക, പഠിപ്പിക്കുക. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. അസ്സുന്നത്തു വൽ ഇജ്മാഉ വൽ ഖിയാസ്. അപ്പൊ നോക്കൂ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഉറവിടങ്ങൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാഉ, ഖിയാസ് എന്നിവയാകുന്നു. സുന്നത്ത് എന്നാൽ തിരുനബിയുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളുമാണ്. ഇജ്മാഉ എന്നാൽ തിരുനബിയുടെ വഫാത്തിന് ശേഷം ഒരു കാലഘട്ടത്തിലെ ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ ഒരു മതനിയമത്തിൽ ഏകോപിക്കലാണ്. ഖിയാസ് എന്നാൽ 2 കാര്യങ്ങളിൽ ഒരേ നിയമകാരണമുണ്ടായതിനു വേണ്ടി ഒന്നിന്റെ മതവിധി മറ്റൊന്നിന് ചാർത്തലാണ്. വിസ്കി, ബിയർ പോലത്തെ ആൽക്കഹോൾ ഉള്ള പാനീയങ്ങൾ കുടിക്കൽ നിഷിദ്ധമായതുപോലെ. കാരണം കള്ളുകുടിയോട് തുലനം ചെയ്താൽ അവ നിഷിദ്ധമാണെന്ന് വരും. ലഹരിയാണ് 2ലുമുള്ള കാരണഘടകം. 33. മാ ഉൽ മുസ്തഅമൽ. അപ്പൊ നോക്കൂ, ഒരു വെള്ളത്തിന് ഫർലിൽ ഉപയോഗിക്കുക എന്ന നിയമം ഉണ്ടാവുക 4 നിബന്ധനകളിലൂടെയാണ്. 1. വെള്ളം 2 കൊല്ലത്തിന് താഴെയാവുക. 2. വെള്ളം ഫർലിൽ ഉപയോഗിക്കുക. അപ്പോൾ മുസ്തഅമലായ വെള്ളം ഒരുമിച്ച് കൂട്ടി 2 കൊല്ലത്ത് എത്തുകയോ രണ്ടാമത്തെ കഴുകൽ പോലത്തെ സുന്നത്തിൽ ഉപയോഗിക്കുകയോ ചെയ്താൽ ആ വെള്ളം തഹൂറാണ്. 3. വെള്ളം അവയവത്തിൽ നിന്ന് വേർപിരിയുക. ഉദാഹരണത്തിന് വെള്ളം ഉളു ചെയ്യുന്നവന്റെ ചുമൽ, കാൽമുട്ട് വിട്ട് കടന്നാൽ ആ വെള്ളം അവയവം വിട്ട് പിരിഞ്ഞ പോലെയാണ്. എങ്കിലും മുൻകൈയിൽ നിന്ന് തണ്ടം കൈയിലേക്ക് വെള്ളം വേർപിരിയുന്നത് പ്രശ്നമില്ല. 4. കോരിയെടുക്കുന്നു എന്ന് കരുതാതിരിക്കുക. ഉളുവിൽ കോരൽ കരുതേണ്ട സ്ഥലം മുഖം കഴുകിയതിനു ശേഷവും കുളിയിൽ ജനാബത്തുകാരൻ നിയ്യത്ത് ചെയ്തതിനു ശേഷവുമാണ്. കോരുന്നു എന്ന നിയ്യത്തില്ലാതെ ഒരു ശുദ്ധി വരുത്തുന്നവൻ തന്റെ കൈ ഖലീലായ വെള്ളത്തിൽ കടത്തിയാൽ ആ വെള്ളം മുസ്തഅമലായി. മുസ്തഅമലായ വെള്ളം ഖലീലായ വെള്ളത്തിൽ വീണാൽ വിശേഷണങ്ങളിൽ വെള്ളത്തോട് എതിരായ അലിഞ്ഞു ചേർന്ന ശുദ്ധിയുള്ള വസ്തുവായി സങ്കല്പിക്കണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.